ഇന്ന് ഫിഫ്ത്തിലെ മാത്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫിഫ്ത്തിലെ മാത്സാണ് നമ്മുടെ സർക്കിളിലുള്ള ചാപ്റ്റർ. മെഷർ ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. നമുക്കതിൻ്റെ റേഡിയസ് മെഷർ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട്, സെൻറ്ററിൽ സീറോന് മാച്ച് ചെയ്ത് പിടിക്കാം. എന്നിട്ട് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രയാണ്, 2 സെൻറ്റിമീറ്റർ. ഓക്കെ, നമ്മളതിൻ്റെ ഒരു ലൈന് ചെയ്യുക. ലൈന് വരഞ്ഞിട്ട് എന്ത് ചെയ്യുക, 2 സെൻറ്റിമീറ്റർ എന്ന് അവിടെ എഴുതി വെച്ചാൽ മതി. We want to draw a circle of radius 5 cm. നമുക്ക് 5 cm റേഡിയസിലൊരു പിക്ചർ ചെയ്യണം. സോ ടേക്ക് 5 cm മെഷർമെൻറ്റ് ഇൻ അവർ കോമ്പസ്. ടേക്ക് 5 ആൻഡ് 5 മുതൽ 0 വരെയുള്ള ലെങ്ത്താണ് നമ്മൾ എടുക്കേണ്ടത്. കോമ്പസൊക്കെ നീറ്റായിട്ട് പഠിക്കണം. ഇതേപോലെ നമ്മുടെ 5 മുതൽ 0 വരെയുള്ള കണ്ടില്ലേ, ഡിസ്റ്റൻസ് കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. കൃത്യമായിട്ട് 0ന് കണക്കായിട്ട് ഇതേപോലെ പിടിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കിവിടെ സെൻറ്ററിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇതേപോലെ വരഞ്ഞു കൊടുക്കുക. നമ്മുടെ കുറച്ച് വലിയ പിക്ചറായിരിക്കും, 5 ആണ്. അതിങ്ങനെ എന്ത് ചെയ്യുക, നമുക്ക് ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് വരാം. കുറച്ച് നമ്മുടെ ഈ പെൻസിലിൻ്റെ ഭാഗം കുറച്ച് ഇതാക്കിയിട്ട് പിടിച്ചിരിക്കണം. അപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്റർ സ്കെയിലെടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. ഇഫ് എ പോയിൻ്റ് ഈസ് 5 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദ സെൻറ്റർ, വുഡ് ഇറ്റ് ബി ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയാം. ഇതാണ് 3 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. ഈ 3 സെൻറ്റിമീറ്റർ ഉള്ള സർക്കിൾ ഇവിടെ വരെയാണ്. ത്രീ സെൻറ്റിമീറ്റർ സർക്കിൾ വരഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് പറയുന്നത് നമ്മുടെ 3 സെൻറ്റിമീറ്റർ ആണ്. 3 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം, 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ സെൻട്രലിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ അകലിത് എവിടെയായാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇങ്ങനെ ദൂരം നമുക്ക് എവിടെ ആയാലും 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ, സെൻട്രലിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പോയിന്റ് എന്ന് വിചാരിക്കാം അല്ലേ, ഇതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അല്ലേ, പിക്ചർ കണ്ടപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഫ്രം ദ സെൻറ്ററിന് നമ്മുടെ 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലൊരു പോയിന്റ് അടയാളപ്പെടുത്തി. വുഡ് ഇറ്റ് ബി ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ? ഇറ്റ് ഈസ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ്. നമുക്ക് എപ്പോഴും എന്താണ്, ഇതിനേക്കാളും കൂടുതൽ, റേഡിയസിനേക്കാളും കൂടുതൽ പുറത്തുള്ളത് 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ്. സോ ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇനി ചിലപ്പോൾ നമുക്ക് 2 സെൻറ്റിമീറ്റർ ഒക്കെ ആണെങ്കിലോ നമ്മൾ സർക്കിളിൻ്റെ ഉള്ളിലാണ് വരും. അതായത് നമ്മുടെ റേഡിയസിനേക്കാളും ഇതായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മുടെ സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. നെക്സ്റ്റ്, വി വാണ്ട് ടു ഡ്രോ ദിസ് ടൈപ്പ് ഓഫ് ഫിഗർ. ക്യാൻ യു ഡ്രോ ദിസ് in your notebook with circles of radius 3 centimeter. Okay, for this first take a scale and take a 3 centimeter distance in your compass. കോമ്പസിൽ എന്ത് ചെയ്യാം, 3 ആണ്. അതുപോലെ 3 സെൻറ്റിമീറ്റർ കൃത്യമായിട്ട് എടുക്കണം. 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് കണ്ടില്ലേ, നമ്മുടെ മെഷർമെൻറ്റ് നോക്കിയിട്ട് എടുക്കണം. 3 സെൻറ്റിമീറ്റർ. എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു സർക്കിൾ വരയാം. ഫസ്റ്റ് ഒരു സർക്കിൾ വരഞ്ഞിട്ട് പിന്നെ സർക്കിളിൻ്റെ എവിടെ നിന്നെങ്കിലും ഒരു സർക്കിൾ വേണ്ടും, അതായത് സർക്കിളിൽ നിന്ന് തന്നെ, സർക്കിളിൽ നമ്മുടെ കോമ്പസ് വെച്ചിട്ട് നമ്മുടെ സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്ന സർക്കിൾ വരയാം. ഇപ്പം ഞാൻ ആദ്യം നമ്മുടെ സെൻറ്റർ ഇതാണ്, ആദ്യം സെൻറ്റർ എന്ന് പറഞ്ഞു, പിന്നെ സർക്കിളിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, കൂട്ടിമുട്ടുന്നുണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് വരഞ്ഞ സർക്കിൾ അവിടെ തന്നെ വെക്കണം. സെക്കൻഡ് വരഞ്ഞ സർക്കിൾ കൂട്ടിമുട്ടുന്ന ആ പോയിൻ്റിൽ നിന്ന് നമ്മൾ വീണ്ടും, അതായത് നമ്മുടെ സെൻറ്റർ എപ്പോഴും എന്തായിരിക്കണം, സെയിം തന്നെ ആയിരിക്കണം. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ വരയും. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇനി അടുത്ത പോയിൻ്റിൽ നിന്ന് നമ്മുടെ ഫസ്റ്റ് സർക്കിളിനെ പിന്നെ ഒന്നും ചെയ്യണ്ട. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, രണ്ടാമത് വരഞ്ഞിട്ട് ഇങ്ങനെ കണക്റ്റായിട്ട് വരുന്ന അവിടുന്ന് ഇതേപോലെ വരഞ്ഞ് പോയാൽ മതി.
നമ്മുടെ ഓരോ സ്ഥലം നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഇതുപോലെ ജോയിൻ ചെയ്ത് വരഞ്ഞു കൊടുക്കാം. ഇത് നമ്മുടെ ആ പുതിയ പോയിന്റിൽ നിന്നാണ് ഓരോ പ്രാവശ്യവും പിക്ചർ വരേണ്ടത്. ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ വന്നതിന് കണ്ടില്ലേ, നമുക്കിതുപോലെ പാസ് ചെയ്ത് പോകുന്നത് ഓരോരോ പോയിന്റിൽ നിന്നും. നല്ല ശ്രദ്ധയോടെ വരയുകയും വേണം. നമ്മുടെ കോമ്പസ് നല്ല കോമ്പസും ആയിരിക്കണം, എന്നെങ്കിൽ മാത്രമേ പിക്ചർ നല്ല ഭംഗിയിൽ കിട്ടത്തുള്ളൂ. നമ്മുടെ പിക്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എവിടെയൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ഒരു സർക്കിൾ വരയാം. എന്നിട്ട് സർക്കിളിൻ്റെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ചെയ്ത സർക്കിളാണിത്. എന്നിട്ട് സർക്കിളിൻ്റെ ഈ ഭാഗത്തൊരു ഡോട്ട് ഇട്ടിട്ട് വരയാം. പിന്നെ അത് ആ പോയിന്റ് സർക്കിളിൽ മീറ്റ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, വരഞ്ഞ് വന്നാൽ മതി. എല്ലാം കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ് തന്നെ എടുക്കണം, 3 സെൻറ്റിമീറ്റർ. എന്നെങ്കിൽ മാത്രമേ പിക്ചർ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. Next, draw circles of radius 3 cm, 4 cm and 5 centimeters. First take 3 cm. ആദ്യം നമ്മൾ എന്ത് ചെയ്യത്, അത് നേരത്തെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതായതുകൊണ്ട് പിന്നെ അതിന് സ്പെഷ്യലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം 3 cm ഉള്ള സർക്കിളാണ് വരയുന്നത്. ഇനി വേണ്ടുന്നത് 4 cm ആണ്. അപ്പോൾ 4 cm എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 4 cm എടുക്കാം. 4 cm എടുത്തിട്ടുണ്ട്. 4 cm നമ്മൾ ഈ സെൻറ്ററിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇനി ലാസ്റ്റ് വൺ 5 cm ആണ്. 5 cm നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ കോമ്പസിലെടുത്തിട്ട് ഒരു സെൻറ്ററിൽ വെച്ചിട്ട് തന്നെ വരാം. അപ്പം നല്ല നീറ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല പിക്ചർ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 5 cm തന്നെ എടുത്തിരിക്കണം. 5 cm കൃത്യമായിട്ട് തന്നെ എടുത്തിരിക്കണം, എന്നെങ്കിൽ മാത്രമേ അതിൻ്റേതായ ഒരു ഭംഗിയിൽ കിട്ടുള്ളൂ പിക്ചർ. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ഉള്ളത് 3 cm ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലൈൻ വരഞ്ഞിട്ട് 3 cm എന്ന് എഴുതാം. പക്ഷേ നമ്മളോട് റേഡിയസ് അടയാളപ്പെടുത്താനൊന്നും പറയുന്നില്ല. അപ്പോൾ 3 cm, 4 cm ആൻഡ് 5 cm. നെക്സ്റ്റ് ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊരു റഫ് പിക്ചറാണ്, അതിന് മെഷർമെൻ്റ് ഒന്നും എടുക്കുന്നില്ല. ഒരു സർക്കിൾ വരഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ടു സർക്കിൾ. അതായത് നമ്മൾ എന്ത് ചെയ്യും, സർക്കിളിൽ നിന്ന് ഇതേപോലെ നമ്മൾ സെൻറ്റർ മുതൽ ഇതുപോലെ വരക്കുന്നതിനെയാണ് എന്ത് പറയുക, റേഡിയസ് എന്ന് പറയാം. റേഡിയസ്, RADIUS, റേഡിയസ് എന്ന് പറയാം. ദെൻ നമുക്ക് ഈ ലൈനിൽ തന്നെ നമ്മൾ ഇതേപോലെ നീട്ടി അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇതിനെ പറയും ഡയമീറ്റർ. അതായത് കംപ്ലീറ്റ് നമ്മൾ വരയുന്ന ഈ ടോട്ടൽ ലൈനിനെയാണ് എന്ത് പറയാം, ഡയമീറ്റർ എന്ന് പറയാം. അപ്പം നമുക്ക് പിക്ചറിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഡയമീറ്റർ ഈക്വൽ ടു 2 into റേഡിയസ്. 2 into റേഡിയസ്. നമ്മുടെ ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. ഈ റേഡിയസും കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡയമീറ്റർ ഫോം ചെയ്യുക. ഇതിൻ്റെ പേരാണ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ. ഡയമീറ്റർ ഈക്വൽ ടു 2 into റേഡിയസ്. ഡയമീറ്റർ ഈക്വൽ ടു 2 into റേഡിയസ്. 2 times റേഡിയസ് ഈക്വൽ ടു ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറയുന്നത് റേഡിയസിൻ്റെ ഡബിളാണ്. 3 cm റേഡിയസ് ആകുമ്പോൾ 6 cm ഡയമീറ്റർ ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മെഷർ ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. മെഷർ ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ടേക്ക് യുവർ സ്കെയിൽ ആൻഡ് ടു മെഷർ ത്രൂ. എങ്ങനെ മെഷർ ചെയ്യണം, നമ്മുടെ സെൻറ്ററിൻ്റെ ഡിസ്റ്റൻസിലൂടെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത് സെൻറ്ററിൽ നിന്ന് ഇവിടുന്ന് 2 ആണ്, റേഡിയസ് 2 ആണ്, ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്, 4 ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു 4, ഡയമീറ്റർ ഈക്വൽ ടു 4 cm. നെക്സ്റ്റ്, ഹൗ ടു ഡിവൈഡ് സർക്കിൾ ഇൻ ടു ഈക്വൽ പാർട്സ്. സർക്കിൾ ഇൻ ടു ഈക്വൽ പാർട്സ്. ഫസ്റ്റ് ഡ്രോ എ സർക്കിൾ
and a diameter. Diameter means line passes through circle to circle, passes through center from circle to circle. Circle മുതൽ സർക്കിൾ വരെ പോകുന്ന ലൈനിനെയാണ് ഡയമീറ്റർ എന്ന് പറയുക. ബട്ട് ഇറ്റ് പാസസ് ത്രൂ സെൻറ്റർ. ലൈൻ പാസസ് ത്രൂ സെൻറ്റർ ഫ്രം സർക്കിൾ ടു സർക്കിൾ. സർക്കിളിൽ നിന്ന് സർക്കിളിലേക്ക് തന്നെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന പോകുന്ന ലൈനിനെയാണ് എന്ത് പറയുക? ഡയമീറ്റർ എന്ന് പറയാം. ഹൗ ഡു വി ഡ്രോ അനദർ ഡയമീറ്റർ വിച്ച് ഈസ് സ്ട്രെയിറ്റ് അപ്പ് ടു ദീസ്? നമുക്ക് ഇഷ്ടം പോലെ ഡയമീറ്റർ വരയാൻ പറ്റും. ഡയമീറ്ററും റേഡിയസും നമുക്ക് ഇതേപോലെ ഒരുപാട് റേഡിയസും വരയാൻ പറ്റും, ഒരുപാട് ഡയമീറ്ററും ഒരു സർക്കിളിൽ തന്നെ വരയാൻ പറ്റും. ഇത് കണ്ടില്ലേ? നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരുപാട് റേഡിയസ് നമുക്കിങ്ങനെ വരാം. നിങ്ങൾ നമ്മുടെ ഫ്ലാഗിലുള്ള അശോക ചക്രത്തിൻ്റെ ഇത് കണ്ടില്ലേ? 24 നമ്മുടെ അതിൻ്റെ കാലെന്ന് പറയും അല്ലേ? അപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ ഒരു സർക്കിൾ വരഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഞാനിവിടെ ഒരു സർക്കിൾ വരഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരുപാട് റേഡിയസ് വരയാൻ വേണ്ടി പറ്റും. ഇതൊക്കെ റേഡിയസാണ്. സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് ഇതേപോലെ പോകുന്ന ലൈൻസിനെയാണ് റേഡിയസ് എന്ന് പറയാം. ദീസ് ഓൾ ലൈൻസ് ആർ റേഡിയസ് ഫ്രം സെൻറ്റർ. ഓക്കെ, എ ലൈൻ പാസസ് ത്രൂ സെൻറ്റർ ഫ്രം സർക്കിൾ ടു സർക്കിൾ. കംപ്ലീറ്റ് ഈ ലൈൻ അങ്ങനെയാണെങ്കിൽ അതിനെന്ത് പറയാം? ഡയമീറ്റർ. നമ്മളിപ്പോൾ റേഡിയസ് കുറേ വരഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഡയമീറ്റർ എന്ന് പോലെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് ഡയമീറ്ററും ഒരുപാട് റേഡിയസും നമുക്കൊരു സർക്കിളിൽ വരയാൻ പറ്റും. വി ക്യാൻ ഡ്രോ സോ മെനി റേഡിയസ് ആൻഡ് ഡയമീറ്റർ ഇൻ എ സർക്കിൾ. We can draw so many radius and diameter in a circle. Next, equal parts ആണ്. Equal parts. How to divide a circle into two equal parts? Two equal parts we can draw a straight line. That means we draw a diameter. Then circle divided into two equal parts. സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈനാണ് ഡയമീറ്റർ എന്ന്. വി ഡ്രോ എ ഡയമീറ്റർ. ദാറ്റ് ടൈം സർക്കിൾ ഡിവൈഡ് ഇൻടു ടു ഈക്വൽ പാർട്സ്. ദീസ് ടു പാർട്സ് ആർ ഈക്വൽ. ഹൗ ടു ഡിവൈഡ് സർക്കിൾ ഇൻടു 4 ഈക്വൽ പാർട്സ്? ഹൗ ടു ഡിവൈഡ് സർക്കിൾ ഇൻടു 4 ഈക്വൽ പാർട്സ്? 4 equal parts. For that, first draw same diameter draw. In previous figure we draw diameter into 2 equal parts. Next we want to make 4 equal parts. First draw diameter, then it make into 4 equal parts. Then take your set square, then set square keep in this way. ഇതുപോലെ, കാരണം അത് 90 ഡിഗ്രി ആണ്. അപ്പം നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. എന്നിട്ട് ഇതുപോലെ സ്കെയിൽ ഇവിടെ വെച്ച് കൊടുത്താൽ മതി. സ്കെയിൽ ഇത് നമ്മുടെ ഇതേപോലെ ജോയിൻ ചെയ്ത് വെക്കുക. നമുക്കിവിടെ ഇങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അതാ ഇതുപോലെയും വെച്ച് കൊടുക്കാം. എങ്ങനെയായാലും ഈ എൽ ഷേപ്പ് തന്നെ വരണം. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഈ സ്കെയിലും ഇതേപോലെ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ? സ്കെയിൽ മാത്രം വെച്ചാൽ ചെരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ സെറ്റ് സ്ക്വയറും കൂടെ വെച്ചിട്ട്, സെറ്റ് സ്ക്വയർ നമ്മൾ നീറ്റായിട്ട് പിടിക്കണം. ഇതേപോലെ ബെൻഡൊന്നും ഇല്ലാതെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതങ്ങോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം. സെറ്റ് സ്ക്വയർ മാത്രമാണെങ്കിൽ നമുക്ക് വരയാൻ പറ്റും. സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ച് പകുതി വരഞ്ഞ് പിന്നെ പകുതി അങ്ങനെയായിട്ട് വരേണ്ടി വരും. ഇത് നമ്മൾ ഒറ്റ ലൈന് വരയുമ്പോൾ തന്നെ സെറ്റ് സ്ക്വയർ ഇതേപോലെ വെച്ചിട്ട് ഒറ്റ ലൈന് വരയുമ്പോൾ തന്നെ നമ്മുടെ കാര്യം ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇതാണ് 4 equal parts. These 4 parts are equal.